ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിലൊരു പിസ്സ എങ്ങനെ ഉണ്ടാക്കാം. ഞാൻ ഒരു രണ്ട് തരത്തിലുള്ള പിസ്സയാണെന്ന് ഞാൻ ചെയ്ത് തരുന്നത്. ഒന്ന് ഗോതമ്പൊടിയുടെ ഒരു ബേസ് ഉള്ളതും ഒന്ന് മൈദയുടെ ബേസ് ഉള്ളതും. അപ്പോൾ ഒരെണ്ണത്തിൽ ഞാൻ ചിക്കനും ഒരെണ്ണത്തിൽ ബീഫുമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് പിസ്സയാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഗോതമ്പിൻ്റെയും ഒന്ന് ബേസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഗോതമ്പിൻ്റെ ബേസും ഒന്ന് മൈദയുടെ ബേസും. അപ്പം നമുക്ക് ചിലർക്ക് മൈദ കഴിക്കാൻ താല്പര്യക്കുറവുണ്ടാവും. അപ്പോൾ നമുക്ക് ഗോതമ്പിൻ്റെ ബേസ് ഉണ്ടാക്കിയിട്ട് അടിപൊളി പിസ്സ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് അതിനാവശ്യമായിട്ട് ഓരോ കപ്പ് ഫ്ലോർ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് ഗോതമ്പൊടി, ഒരു കപ്പ് മൈദ. അപ്പോൾ ഒരു 128 ഗ്രാമാണ് ഒരു കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിന് ഒരു ടീസ്പൂൺ സോൾട്ട് വേണം, ഒരു ടീസ്പൂൺ പഞ്ചസാര, ഒരു ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈസ്റ്റ് നമ്മളെപ്പോഴും അതൊന്ന് ചെറിയൊരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് വേണം നമുക്ക് അത് കുഴയ്ക്കുമ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് റൈസ് ആവില്ല ശരിക്കും. പിന്നെ നമ്മളപ്പോൾ ഈ ഒരു ഇതിലേക്ക് ആഡ് ചെയ്യാണ് ആദ്യം തന്നെ. ഞാൻ ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ഷുഗർ രണ്ടെണ്ണത്തിലേക്കും ആഡ് ചെയ്യാണ്. പിന്നെ ഒരു ടീസ്പൂൺ സോൾട്ടും. ഇനി ഞാൻ ചെയ്യുന്നത് നമുക്ക് ഒരു ടീസ്പൂൺ ഈസ്റ്റ് നമുക്ക് കലക്കിയെടുക്കണം. അപ്പോൾ ഞാനൊരല്പം ഒരു ടീസ്പൂൺ ഈസ്റ്റ് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറു ചൂടുവെള്ളം ഒഴിക്കണം. നമുക്ക് ഈസ്റ്റ് എപ്പോഴും ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കിയെടുക്കണം. ഈ ചൂടുവെള്ളം ചെന്നാൽ അതിന് ഫെർമെൻറ്റേഷൻ കറക്റ്റ് ആവുള്ളൂ. ഞാനപ്പോൾ അത് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് ആ ഷുഗറും സോൾട്ടും കൂടി ഒന്ന് ഇട്ടത് ഒന്ന് മിക്സ് ചെയ്യാം പൊടിയിലാദ്യം തന്നെ. ഇതിപ്പോൾ മൈദയാണ് കേട്ടോ. ഈ നമ്മൾ ആ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി വെച്ച ഈസ്റ്റ് ഇതിലൊഴിക്കാണ്. ഇനി ഇതൊന്ന് പതിയെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നത് പോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ചെറു ചൂടോടെ ഒഴിച്ച് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ രണ്ടും കുഴച്ച് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഇത് നമ്മുടെ ഗോതമ്പാണ്. ഗോതമ്പൊടി നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ച് വെച്ചേക്കുന്നത്. ഇത് മൈദ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളതൊരു 1 മണിക്കൂറത്തേക്ക് ഒന്ന് അത് ഫെർമെൻറ്റേഷന് വേണ്ടി വെക്കുകയാണ്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരല്പം ഓയിൽ ഞാൻ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. കാരണം അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ആ പാത്രത്തിൽ തന്നെ ഞാനതൊന്ന് എടുത്തു വയ്ക്കാണ്. നമ്മൾ ഗോതമ്പൊടിയുടെ പാത്രത്തിലും മൈദയുടെ പാത്രത്തിലും കൂടി എടുത്തു വയ്ക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് 1 മണിക്കൂറത്തേക്ക് ഒന്ന് ഫെർമെന്റ് ചെയ്യാൻ വെക്കുവാണ്. അപ്പോൾ നമ്മൾ അതിന് ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു തുണി അതിൻ്റെ മേളിലൊന്ന് ഇട്ടേക്കും. അപ്പോൾ അതിൻ്റെ മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യണമെന്നുള്ളൂ. ഇത് നമ്മൾ 1 മണിക്കൂർ നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് പിസ്സ സോസ് ഉണ്ടാക്കണം. പിസ്സ സോസ് നമ്മൾ സാധാരണ ഒരു പിസ്സയിൽ വരുന്ന സോസാണ് ആ പിസ്സ സോസ്, നമ്മൾ ടൊമാറ്റോ വെച്ചിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാനൊരു എക്സ്ട്രാ ഒരു ബാർബിക്യൂ ബേസ് വെച്ചിട്ട് ബാർബിക്യൂ സോസ് വെച്ചിട്ടും വേറെ ഒരെണ്ണം ഞാൻ ഗോതമ്പൊടിയുടെ ബാർബിക്യൂ സോസ് വെച്ച് ചെയ്യാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇടയ്ക്കൊന്ന് പിസ്സ സോസ് ഒന്ന് ഉണ്ടാക്കി കാണിക്കാം. നമുക്ക് ആ സോസിന് ഒരു 4 ചുള വെളുത്തുള്ളി ആവശ്യമുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കെച്ചപ്പ്, ഒരു ചെറിയ കപ്പ് ടൊമാറ്റോ പേസ്റ്റ്. അത് നിങ്ങൾക്ക് ടൊമാറ്റോ പേസ്റ്റ് കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു 2 തക്കാളി തൊലി കളയാതെ തന്നെ വെള്ളത്തിൽ വേവിക്കുക. വെള്ളത്തിലിട്ട് വേവിച്ച് അതെടുത്ത് തൊലി പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊരു മിക്സിയിൽ ഒന്ന് അടിച്ച് നല്ല പേസ്റ്റ് ബദലാക്കിയ ഈ സെയിം തന്നെ നമുക്ക് ആക്കിയെടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് ബട്ടർ. ഇപ്പോൾ ബട്ടർ ഇല്ലെങ്കിൽ തന്നെ നമുക്കത് ഓയിലിൽ ഇങ്ങനെ നമുക്ക് വരട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് ആദ്യം തന്നെ ഈ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് അരിയാണ്. നമുക്കൊരു സവാളയും കൂടി ആവശ്യമുണ്ട്. ഒരു 1/2 മുറി സവാള മതി. അപ്പോൾ ആ സവാള ഇതേപോലെ തന്നെ ചെറുതായിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം.
ചട്ടി ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ ബട്ടർ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മളാ വെള്ളുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ പകുതി ഉപയോഗിക്കണുള്ളൂ കേട്ടോ. കാരണം നമുക്ക് വേറെ നമ്മളൊരു പിശോടി ഉണ്ടാക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളെ 4 ചുളയുടെ 2 മാത്രം നമ്മൾ ഉപയോഗിക്കണു. അതുപോലെ തന്നെ പകുതി സവാള നമ്മൾ അരിഞ്ഞത് ഇതിലേക്ക് ആഡ് ചെയ്യാണ്. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ എടുത്തു വെച്ച ടൊമാറ്റോ പേസ്റ്റ് ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനൊരു ഓർഗാനോ എന്ന് പറഞ്ഞൊരു ഹെർബ് കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഒരല്പം കെച്ചപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഞാനിപ്പോൾ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ അടുത്ത സോസ് ഉണ്ടാക്കുന്നത്. നമ്മൾ ടൊമാറ്റോ സോസിന് പകരം ബാർബിക്യൂ സോസ് ചേർക്കണമെന്നുള്ളൂ. അപ്പോൾ നമുക്കതൊന്ന് കാണാം. ഇപ്പോൾ ഞാൻ ബാർബിക്യൂ സോസാണ് ആഡ് ചെയ്തത് അതിൻ്റെ കൂടെ. ഞാനപ്പോൾ ആ 2 സോസും റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, ഒന്ന് നമ്മൾ ആ ടൊമാറ്റോ വെച്ചിട്ട് പേസ്റ്റ് വെച്ച് ചെയ്തത്, ഒന്ന് ബാർബിക്യൂ വെച്ച് സോസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇനി ഒന്ന് വെജിറ്റബിൾ അരിഞ്ഞെടുക്കാം. ഞാൻ മഷ്റൂമും ക്യാപ്സിക്കം ഒനിയനും കൂടിയാണ് ആഡ് ചെയ്യണത്. അപ്പോൾ നമുക്കിങ്ങനെ സ്ലൈസ് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസോ അല്ലെങ്കിൽ മീറ്റൊക്കെ ആഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ കൂടെ. നമുക്കങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യാലിറ്റികളൊന്നുമില്ല. താല്പര്യമുള്ള ബേക്കണോ അങ്ങനെ നമുക്ക്. ഞാൻ ആ സവാളയും ഇതുപോലെ തന്നെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഇടാനുള്ളതാണ്. ഇനി നമുക്ക് ഞാൻ 3 നമ്മുടെ ഇഷ്ടം പോലെ എടുത്തായിട്ട് ഞാൻ പക്ഷെ 3 വെറൈറ്റി ആയിട്ടുള്ള ബെൽ പെപ്പർ എടുത്തിട്ടുണ്ട്. അപ്പം അതും ചെറുതായിട്ട് ഒന്ന് നീളത്തിൽ അരിയണം. ഒന്ന് നീളം വേണ്ട കേട്ടോ, നമുക്ക് പകുതിയാക്കാം. ആവശ്യമായ മീറ്റ് എന്ന് പറഞ്ഞ് എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ബീഫും അത് മിൻസ്ഡ് ചെയ്താണ്. നമ്മൾ പച്ച ഇറച്ചി ഒന്ന് മിക്സിയിൽ അടിച്ച് മിൻസ് ചെയ്താണ്. പിന്നെ ഒരു 2 കഷ്ണം ചിക്കൻ്റെ ബ്രസ്റ്റ് കൊടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഒരല്പം ബാർബിക്യൂ സോസ് വെച്ച് നമ്മളൊന്ന് പുഴുങ്ങിയെടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ലൈസ് ചെയ്ത് അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇത് നമ്മൾ ചെറിയ ബോൾ പോലെ ആക്കിയിട്ട് നമ്മളിത് പുഴുങ്ങിയെടുക്കുകയാണ്. നമ്മൾ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ട് പുഴുങ്ങിയെടുക്കുകയാണ്. ഇതേപോലെ നമുക്ക് ചെറിയ പീസ് ആക്കിയെടുക്കാം. നമുക്ക് അതിൻ്റെ മേളിൽ വെക്കാനുള്ളതാണ്. ചെറിയ ചെറിയ ബോളുകൾ മതി കേട്ടോ. ഞാൻ ആ ഉരുട്ടിയ ബോളും മീറ്റിൻ്റെ ബോളും പിന്നെ ചിക്കനും കൂടി ഒന്ന് വെള്ളത്തിൽ വേവിച്ചിട്ട് ഒന്ന് ബാർബിക്യൂ സോസിലൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട്. നമ്മളതൊന്ന് പാൻ ഫ്രൈ ചെയ്യുന്ന പോലെ കുറച്ച് ബാർബിക്യൂ സോസും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ ഇട്ട് അത് നമുക്ക് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ചെയ്യാം. ആ ബോളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ആദ്യം തന്നെ ഒരു പിസ്സ ഞാൻ ആദ്യം തന്നെ ബേസ് ഉണ്ടാക്കി കാണിക്കാം.
ഞാൻ ആദ്യം തന്നെ മൈദയുടെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മൈദ റെഡി ആയിട്ടുണ്ട്, അതൊന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളൊരല്പം പൊടി ഇട്ട് അത് പരത്തിയെടുക്കുകയാണ്. ഞാനത് പരത്തി കഴിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു കല്ലിലിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് തന്നെ പരത്തി എടുക്കാം. പരിവൊക്കെ നമുക്കൊരു കുറച്ച് കട്ടിക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ച പേസ്റ്റ്, നമ്മുടെ പിസ്സാൻ്റെ ആ സോസ് എടുക്കാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് എഡ്ജിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇനി ഞാൻ ആ സവാള കുറച്ചിടാണ്. ഇനി നമ്മുടെ 3 കളറുള്ള ബെൽ പെപ്പർ. താല്പര്യം നമുക്ക് ഒലീവൊക്കെ ചേർക്കാം കേട്ടോ. എനിക്ക് ഞാനിപ്പോൾ അങ്ങനെ ഒലീവ് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഒലീവൊക്കെ അതിനകത്ത് ഉണ്ടാവും സാധാരണ. പിന്നെ ഓരോ ഫ്ലേവർ അനുസരിച്ച് ആൾക്കാർ പറഞ്ഞ് ചെയ്യിക്കുന്നതായതുകൊണ്ട് വ്യത്യാസം ഉണ്ടാവും. ഇനി നമ്മളെടുത്ത് ആ വേവിച്ച് വെച്ചേക്കണ മീറ്റ് ചേർക്കാണ്. ഇത്രയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നമ്മൾ പിസ്സ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇത്രയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ സ്വന്തം കഴിക്കാനായതുകൊണ്ടാണ് ഞാൻ എല്ലാ ഐറ്റംസും ഒന്ന് കൂടുതൽ ആഡ് ചെയ്യണത്. ഇനി ഞാൻ എടുത്ത് വെച്ച അരിഞ്ഞു വെച്ച മഷ്റൂം നമുക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് ചെറുതായിക്കോളൂ കേട്ടോ. നമ്മൾ വലുതാന്ന് ഇപ്പോൾ കാണുമ്പോൾ വലുതാന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. അത് വെന്ത് കഴിയുമ്പോൾ ചെറുതായിക്കോളും. ഇനി ഇതിൻ്റെ മേളിൽ നമ്മൾ ചീസ് ഗ്രേറ്റ് ചെയ്തതാണ്. നമുക്ക് റെഡിമെയ്ഡ് ചീസ് ഗ്രേറ്റ് ചെയ്ത് വാങ്ങിക്കാൻ കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു പീസ് എടുത്ത് നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്തിടാം. നമ്മുടെ 2 പിസയും റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് ബേക്ക് ചെയ്യാൻ പോവാണ് ഞാൻ. അപ്പോൾ ഒരു 350 ഡിഗ്രി ഫാരൻഹീറ്റിൽ ഒരു 30 മിനിറ്റാണ് ഇപ്പോൾ ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് പ്രീഹീറ്റ് ഓവൻ ആണെങ്കിൽ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. നമ്മളിപ്പോൾ മൈക്രോവേവിലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ മൈക്രോവേവിൽ ഉപയോഗിക്കാൻ പറ്റിയ കണ്ടെയ്നറുകൾ ഇതിന് ഉപയോഗിക്കാം. ഒരിക്കലും സ്റ്റീൽ പാത്രങ്ങളോ അല്ലെങ്കിൽ ഒന്നും വെക്കരുത്. നമുക്ക് കട്ടിയുള്ള ഗ്ലാസ് പാത്രത്തിലോ എന്തെങ്കിലും ആക്കി പിസ്സ ബേക്ക് ചെയ്യാൻ വെക്കാം. ആ ചീസ് ഒന്ന് മെൽറ്റായിട്ട് ആ ക്രസ്റ്റ് ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്കൊന്ന് എടുക്കാം കേട്ടോ. നമ്മുടെ പിസ്സ റെഡി ആയിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും ഒന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും എൻ്റെ പുതിയ അപ്ലോഡ്സ് കാണാനായിട്ട് നിങ്ങൾ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം.